വെൽക്കം ബാക്ക് അബ്ബ ലവ് ആൻഡ് കുക്കിംഗ് സ്റ്റോറീസ്. ഞാൻ റൌഫാണ്. അപ്പോൾ എന്നത്തെയും പോലെ ഇന്നും ഞാൻ മനോഹരമായിട്ടുള്ളൊരു പ്രഭാതം ആസ്വദിക്കാനായിട്ട് സിറ്റ് ഔട്ടിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇത് കണ്ടില്ലേ, നല്ലൊരു മഴയുള്ള ഒരു പ്രഭാതമാണ് കേട്ടോ. ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ എത്തിയിട്ടുള്ളൊരു കുഞ്ഞു വ്ളോഗും കൊണ്ടാണ്. അപ്പം മലബാർ സ്പെഷ്യൽ സ്റ്റഫ്ഡ് ഇറച്ചിപ്പത്തിരി, അതിൻ്റെ കൂടെ നമ്മുടെ മഴക്കാല സ്പെഷ്യലായിട്ടുള്ള ചക്കക്കൂട്ടാനുണ്ടല്ലോ, ചക്കക്കൂട്ടാൻ ഉണ്ടാക്കുന്നതും അതോടൊപ്പം തന്നെ അതിൻ്റെ കൂടെ കോംബോ ആയിട്ട് കഴിക്കാൻ പറ്റുന്ന നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള മുളക് വറുത്തരച്ച ചമ്മന്തിയാണ് കേട്ടോ. അപ്പോൾ അതെല്ലാമാണ് ഇന്നത്തെ റെസിപ്പിയിൽ ഞാൻ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യാനും എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് ഞാനിങ്ങനെ നിൽക്കുമ്പോണ്ട് ഒരു പൂച്ചക്കുട്ടി ഇങ്ങനെ സിറ്റ് ഔട്ടിൽ വന്നിട്ട് മഴയൊക്കെ ആയത് കാരണം ഇങ്ങനെ കളിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവൻ്റെ കളിയൊക്കെ കണ്ട് ഞാൻ നേരെ ഉമ്മച്ചി അടുക്കളയിൽ എന്താ ചെയ്യണമെന്ന് നോക്കാനായിട്ട് വന്നപ്പോൾ ഉമ്മച്ചി അവിടെ നല്ലൊരു വെള്ളപ്പം ഉണ്ടാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. ഇത് ഇൻസ്റ്റൻ്റ് ആയിട്ട് ഉണ്ടാക്കിയെടുക്കുന്ന വെള്ളപ്പമൊന്നുമല്ല, തലേ ദിവസം നമ്മൾ അരിയൊക്കെ അരച്ചെടുത്ത് ആ ഒരു രീതിയിൽ ഉണ്ടാക്കിയെടുക്കുന്ന നല്ലൊരു സോഫ്റ്റ് ആയിട്ടുള്ളൊരു വെള്ളപ്പമാണ് കേട്ടോ. ഇത് കണ്ടില്ലേ, നല്ലൊരു സോഫ്റ്റ് ആയിട്ടുള്ളൊരു വെള്ളപ്പാണ്. അതിൻ്റെ കൂടെ കോംബോ ആയിട്ട് കഴിക്കാനായിട്ട് നല്ലൊരു ഗ്രീൻ പീസ് കറി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് കണ്ടില്ലേ, നല്ലൊരു കട്ടിയുള്ളൊരു കറിയാണ്. അപ്പോൾ ഇത് രണ്ടുമാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി എന്ന് പറയുന്നത്. അപ്പോൾ ഇതെല്ലാം കഴിച്ച് കഴിഞ്ഞ് ഒരു 10 മണിയൊക്കെ ആകുമ്പോഴാണ് കേട്ടോ ഞാൻ ഈ ചക്കക്കൂട്ടാനും അതിൻ്റെ കൂടെ കഴിക്കാനുള്ള ഈ ചമ്മന്തിയൊക്കെ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാൻ ചീനച്ചട്ടിയിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഒരു 5-8 വറ്റൽമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വറ്റൽമുളക് നന്നായിട്ടൊന്ന് ഒരു മൊരിഞ്ഞൊന്ന് വരുമല്ലോ, ഒന്ന് പൊങ്ങി വരുന്ന ആ സമയം വരെ ഇതിനെ ഒന്ന് ഇങ്ങനെ ഇതുപോലെ ഇളക്കിയിട്ട് കൊടുത്തതിന് ശേഷം അതിലോട്ട് നമുക്കൊരു 5-8 ചെറിയ ഉള്ളി കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് കൊടുക്കുക. ഈ ചെറിയ ഉള്ളിൻ്റെ ആ കളറൊക്കെ ഉണ്ടല്ലോ, ഒരു ലൈറ്റ് റോസ് കളറായി കിട്ടുന്നത് വരെ നമുക്കിതിനെ ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് ആവശ്യത്തിനുള്ള രീതിയിലായി കിട്ടിയാൽ നമുക്കതിലോട്ട് കുറച്ച് ഒരു വാളംപുളീൻ്റെ ചെറിയൊരു കഷ്ണം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് കൊടുക്കുക കേട്ടോ. ഈ ഒരു രീതിയിലായി കിട്ടിയാൽ നമുക്കിത് ഈ എണ്ണയിൽ നിന്നൊന്ന് കോരി മാറ്റി വേറൊരു പ്ലേറ്റിലോട്ട് മാറ്റി വെക്കുക. അതിൻ്റെ കൂടെ നമുക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പം ഈ ഒരു രീതിയിൽ ചൂടാറി കിട്ടാനായിട്ട് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യണം. ചൂടാറി കഴിഞ്ഞാൽ നമുക്കിത് മിക്സിൻ്റെ ചെറിയ ജാറിലോട്ട് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം കേട്ടോ. ആദ്യം ഇതിനെ ഒന്ന് പൊടിച്ചെടുത്ത് അതിനുശേഷം നമുക്ക് സ്പൂൺ ഉപയോഗിച്ചിട്ട് ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കുക. അതിന് ശേഷം വേണം ഒന്നും കൂടിയും പൊടിച്ചെടുത്തിട്ട് നമുക്കിതിനെ ഒന്ന് പ്ലേറ്റിലോട്ട് മാറ്റി കൈകൊണ്ട് നമ്മൾ ബാക്കിയുള്ള എണ്ണ ഉണ്ടല്ലോ അത് ഇതിലോട്ട് ഒഴിച്ച് കൈകൊണ്ട് നന്നായിട്ടൊന്ന് എല്ലാ ഭാഗത്തോട്ടൊന്ന് ചാലിച്ചെടുക്കണം. എന്നാലേ നല്ലൊരു ടേസ്റ്റൊക്കെ ഉണ്ടാവുള്ളൂ കേട്ടോ. ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കണേ. ഇത് നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ളൊരു ചമ്മന്തിയാണ് കേട്ടോ. അപ്പോൾ ഇത് ചക്കക്കൂട്ടാൻ്റെ കൂടെ മാത്രമല്ല കേട്ടോ, നമുക്ക് ചോറിൻ്റെ കൂടെയും സെർവ് ചെയ്യാനായിട്ട് പറ്റുമേ. അപ്പോൾ അതേസമയം തന്നെ ഞാൻ കുറച്ച് മൈദപ്പൊടി ഒന്ന് കുഴച്ചെടുക്കാനായിട്ട് പോകുന്നുണ്ട് കേട്ടോ. നമ്മുടെ ഇറച്ചിപ്പത്തിരി ഉണ്ടാക്കിയെടുക്കാനായിട്ടുള്ളതാണ്. അതിലോട്ട് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് നമുക്കിതിനെ ഇതുപോലെ കുറച്ച് നല്ല നോർമൽ വാട്ടർ ഒഴിച്ച് കൊടുത്തിട്ട് നമുക്കിതിനെ കൈകൊണ്ട് നന്നായിട്ട് കുഴച്ചെടുക്കണം കേട്ടോ. ഇത് എത്രത്തോളം കുഴച്ചെടുക്കുന്നോ അത്രത്തോളം നമ്മുടെ ഈ ഇറച്ചിപ്പത്തിരി നല്ല സോഫ്റ്റായി കിട്ടും കേട്ടോ. അപ്പോൾ ഇതിനെ ഞാൻ കുറച്ച് എണ്ണ ഒന്ന് തടവി കൊടുത്തിട്ട് ഇതുപോലെ ആക്കിയെടുത്തിട്ട് ഒരു അരമണിക്കൂർ നേരത്തോളം ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കുന്നുണ്ട്. ആ സമയം തന്നെ ഞാൻ ചക്ക അടുപ്പിലോട്ട് വെച്ചിട്ടുണ്ട്. ഞാൻ കുക്കറിലാണ് വേവിച്ചെടുക്കുന്നത്. ഞാനത് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചെടുത്തിട്ടുള്ള ചക്കയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമുക്ക് പെട്ടെന്ന് കൂട്ടാനൊക്കെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. അതിലോട്ട് മഞ്ഞൾപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചത് കാരണം കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഒരു 2 വിസിൽ വരുന്നത് വരെ നമുക്കിതിനെ ഒന്ന് വേവിച്ചെടുത്താൽ മതിയേ. അപ്പോൾ അതേസമയം തന്നെ ഞാൻ ഇറച്ചി വേവിക്കാനായിട്ടും വേറൊരു കുക്കറിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇറച്ചി നന്നായിട്ട് കഴുകിയെടുത്ത് അതിലോട്ട് ഉപ്പ് ഇട്ട് കൊടുത്ത് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്ത് നമുക്ക് അതിൻ്റെ കൂടെ കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കുക. എന്നിട്ട് നമുക്ക് ഇറച്ചിയുടെ വേവിനനുസരിച്ച് ഇത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം കേട്ടോ. ഞാനിതിന് ഏകദേശം ഒരു 8 വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് സ്റ്റീമെല്ലാം പോയി കഴിഞ്ഞ് ഇതുപോലെ ഒന്ന് തുറന്നിട്ട് നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് ചൂടാറാനായിട്ട് ഇത് മാറ്റി വെക്കണ്ടേ. അപ്പം ഇനി ഞാൻ ഇതിലോട്ടായിട്ടുള്ള മസാലക്കൂട്ട് ഉണ്ടാക്കിയെടുക്കണം കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ നമുക്കതിലോട്ട് കുറച്ചധികം വെളുത്തുള്ളിയും കുറച്ചധികം ഇഞ്ചി ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. അതാണ് നമ്മുടെ ഈ ഇറച്ചിപ്പത്തിരിയുടെ ടേസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ കൂടെ നമുക്ക് കുറച്ച് പച്ചമുളക് അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് അതിലോട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്തതിന് ശേഷം അതിലോട്ട് കുറച്ച് സവാള ഇതുപോലെ പൊടിയായിട്ട് അരിഞ്ഞെടുത്തതും കൂടി ചേർത്ത് കൊടുക്കുക. ഇനി നമുക്കിതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം കേട്ടോ. അതേസമയം തന്നെ ഞാനിവിടെ ഈ ഇറച്ചിയൊക്കെ ഒന്ന് ചൂടായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചൂടാറിയതിന് ശേഷം ഞാൻ ഇതുപോലെ ഒന്ന് കൈകൊണ്ട് ഇതിനെ ഒന്ന് പൊടിച്ചെടുത്തിട്ടൊന്ന് മാറ്റി വെക്കണ്ടേ. അപ്പോൾ ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി നമുക്ക് ഈ സമയം ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക കേട്ടോ. ഈ ഉപ്പ് എല്ലാ ഭാഗത്തോട്ടൊന്ന് എത്തിക്കിട്ടാൻ വേണ്ടിയിട്ട് നല്ല രീതിയിൽ ഇതിനെ മിക്സാക്കിയിട്ട് കൊടുക്കുക. ഇതിലോട്ട് ആവശ്യത്തിനുള്ള കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കുക.
മല്ലിയില ഉണ്ടെങ്കിൽ അത് ഈ സമയം കുറച്ച് ചേർത്ത് കൊടുത്താൽ നന്നായിരിക്കും കേട്ടോ. ഞാനിവിടെ അതില്ലാത്തത് കാരണം അത് ആഡ് ചെയ്യണില്ല കേട്ടോ. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുത്ത് ഇതിലോട്ട് ഞാൻ കുറച്ച് മല്ലിപ്പൊടി, കുറച്ച് മുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഗരം മസാല പൗഡർ, അതുപോലെ തന്നെ കുറച്ച് കുരുമുളക് പൊടി കൂടി ഇതിലോട്ടായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഇറച്ചിപ്പത്തിരിയിലോട്ട് കുറച്ച് കുരുമുളക് പൊടി ചേർക്കുകയാണെങ്കിൽ നല്ലൊരു ടേസ്റ്റ് ആവും കേട്ടോ ഇത് ഫ്രൈ ചെയ്ത് നമ്മൾ കഴിക്കുന്ന സമയത്ത്. അപ്പോൾ ഇതെല്ലാം ചേർത്ത് കൊടുത്ത് ഇതിൻ്റെ ആ റോസ് സ്മെല്ലെല്ലാം ഒന്ന് പോയി കിട്ടുന്നത് വരെ നമുക്കിതിനെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. വഴറ്റിയെടുത്ത് ഇതിൻ്റെ ഈ ഉള്ളി ഉണ്ടല്ലോ ഇത് നന്നായിട്ട് വേവിച്ചെടുക്കേണ്ട ആവശ്യമില്ല. ഇത് നന്നായിട്ട് ഈ മസാലക്കൂട്ടിൻ്റെ ഈ പൊടികളുടെ സ്മെല്ലൊക്കെ ഉണ്ടല്ലോ അതെല്ലാം ഒന്ന് നന്നായിട്ടൊന്ന് പോയി കിട്ടിയാൽ മതി കേട്ടോ. അതുവരെ നമുക്കിതിനെ ഒന്ന് വേവിച്ചെടുത്താൽ മതിയേ. അതിനുശേഷം അതിലോട്ട് നമുക്ക് നേരത്തെ നമ്മൾ അരിഞ്ഞ് മാറ്റി വെച്ചിട്ടുള്ള ബീഫ് ഉണ്ടല്ലോ അത് ഇതിലോട്ടായിട്ട് മിക്സാക്കി എടുത്ത് ഇട്ട് കൊടുക്കുക. ഇനി നന്നായിട്ട് ഇതിനെ വീണ്ടും എല്ലാ ഭാഗത്തോട്ടും ഈ ബീഫെല്ലാം എത്തുന്ന രീതിയിൽ തന്നെ നമുക്കിതിനെ ഒന്ന് മിക്സാക്കി കൊടുക്കണം കേട്ടോ. ഈ രീതിയിൽ ചെയ്തെടുത്തതിന് ശേഷം നല്ല രീതിയിൽ ഇതിനെ ഒന്ന് പരത്തിയിട്ട് കൊടുത്ത് നമുക്കിതിനെ ഒന്ന് ചൂടാറാനായിട്ട് മാറ്റി വെക്കട്ടോ. ചൂടാറി കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ നമ്മളിത് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ആ സമയം തന്നെ നമുക്ക് ചക്കക്കൂട്ടാനിലോട്ടുള്ള അരപ്പുണ്ടാക്കിയെടുക്കുക. അപ്പോൾ അതിനായിട്ട് തേങ്ങാ ചിരവ് ഇതിലോട്ട് ഞാൻ കുറച്ച് നല്ല ജീരകമാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. പെരിഞ്ജീരകമല്ല, നല്ല ജീരകം ചേർത്ത് ഇതിനെ ഒന്ന് ക്രഷ് ചെയ്തെടുത്ത് അതിലോട്ട് കുറച്ച് കാന്താരി മുളക്, കുറച്ച് ചെറിയ ഉള്ളി, അതുപോലെ തന്നെ ഒരു 2-3 വെളുത്തുള്ളി കൂടി ചേർത്ത് വീണ്ടും നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കുക കേട്ടോ. ഈ ഒരു രീതിയിൽ വേണം ചെയ്തെടുക്കാൻ. നമ്മൾ ചക്കക്കൂട്ടാനൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിലോട്ട് ഉപയോഗിക്കുന്ന ഈ തേങ്ങ ഉണ്ടല്ലോ നന്നായിട്ട് അരഞ്ഞ് കുഴയാനായിട്ട് പാടില്ല കേട്ടോ. ഈ ഒരു പരുവത്തിലായി കിട്ടിയാൽ മതി കേട്ടോ. ഈ ഒരു രീതിയിലാണ് നമ്മൾ ചെയ്തെടുക്കേണ്ടത്. ഇനി നമുക്ക് വേവിച്ചെടുത്തിട്ടുള്ള ചക്കയിലോട്ട് ഇത് മുഴുവനായിട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതിലോട്ട് കുറച്ച് ചൂടുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കണം. നല്ല തിളച്ച വെള്ളം. ഇതിൽ കുറച്ച് വെള്ളം കുറവായിട്ട് തോന്നുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതുകൂടി ചേർത്ത് നന്നായിട്ട് ഇതുപോലെ ഒരു തവിയോ അല്ലെങ്കിൽ ഒരു കോൽ ഉപയോഗിച്ചിട്ടോ നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കുക കേട്ടോ. ഈ ഒരു രീതിയിലാണ് ചെയ്തെടുക്കേണ്ടത്. ചക്കക്കൂട്ടാൻ അതുപോലെ തന്നെ കൂടുതലായിട്ട് ഉടഞ്ഞു പോയാലും അത്ര കണ്ട് ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ. കുറച്ചൊരു തരിതരിപ്പായിട്ട് നിൽക്കുമ്പോഴാണ് നല്ലൊരു ടേസ്റ്റൊക്കെ. ഇത് കഴിക്കുന്ന സമയത്ത് നമുക്ക് ആ ഒരു ചക്കൻ്റെ ചെറിയ കഷ്ണങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ കിട്ടണം. ആ ഒരു പരുവത്തിൽ വേണം നമ്മളിതിനെ മിക്സാക്കി എടുക്കാൻ കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇതിനെ ഒരു സൈഡിലോട്ട് മാറ്റി വെച്ച് ഞാനിനി പത്തിരി പരത്തിയെടുക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ അതിനായിട്ട് ഇതുപോലെ ചെറിയ ബോൾസാക്കി എടുത്ത് ഞാൻ പ്രസ്സിലാണ് പരത്തിയെടുക്കുന്നത്. നിങ്ങൾക്ക് പത്തിരിക്കല്ലിൽ വെച്ചിട്ട് ഇതുപോലെ ചപ്പാത്തി കല്ലിൽ വെച്ചിട്ട് പരത്തിയെടുത്താലും മതി കേട്ടോ. അപ്പോൾ ഇതുപോലെ ചെയ്തെടുക്കണം. 1-2 പ്രാവശ്യം ഇതുപോലെ പ്രസ്സായി കിട്ടിയാലേ നമുക്കിത് നല്ലൊരു പരുവത്തിലായി കിട്ടുള്ളൂ. അപ്പോൾ ഈ വലുപ്പത്തിലുള്ള പൂരിയായിട്ട് എടുത്തതിന് ശേഷം അതിലോട്ട് നമുക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ മസാലക്കൂട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി അതിൻ്റെ മുകളിലോട്ടായിട്ട് നമുക്ക് വേറൊരു പത്തിരി ഇതുപോലെ വെച്ച് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇതിൻ്റെ ഈ അരികു ഭാഗം ഉണ്ടല്ലോ നന്നായിട്ടൊന്ന് കൈ ഉപയോഗിച്ചിട്ട് ഇതുപോലെ ഒരു വിരൽ ഉപയോഗിച്ചിട്ട് നന്നായിട്ട് പ്രസ്സാക്കി എടുത്തതിന് ശേഷം ഇതുപോലെ മടക്കിയെടുക്കണം കേട്ടോ. ഇത് നന്നായിട്ട് സീൽ ചെയ്തതിന് ശേഷം വേണം ഇതുപോലെ മടക്കിയെടുക്കാൻ. എന്നാൽ ഇതിൻ്റെ ഉൾഭാഗത്തോട്ടൊന്നും നമുക്ക് എണ്ണയൊന്നും കടക്കാതെ നല്ല രീതിയിൽ തന്നെ നമുക്കിതിനെ ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് പറ്റും കേട്ടോ. ഈ ഒരു രീതിയിൽ ഞാൻ ഇതിനെ മുഴുവനായിട്ട് ഇവിടെ പൊതിഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഇതിനെ ചെയ്തെടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഞാൻ മുഴുവനായിട്ട് ഇവിടെ ചെയ്തെടുത്ത് കണ്ടില്ലേ. ഈ ഒരു രീതിയിൽ വേണം നമ്മൾ ചെയ്തെടുക്കാൻ കേട്ടോ. അതുപോലെ നമ്മൾ ഇതിങ്ങനെ പരത്തി വെക്കുമ്പോൾ ആ ട്രേയിലോട്ട് കുറച്ചൊന്ന് പൊടി തൂവി കൊടുക്കാനായിട്ടും ശ്രദ്ധിക്കണം. എന്നാൽ നമുക്കിത് ഒട്ടിപ്പിടിക്കാതെ നല്ല രീതിയിൽ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ഇത് എണ്ണ ചൂടായതിലോട്ട് ഞാനിത് ഓരോന്നായിട്ട് ഇട്ട് കൊടുത്തിട്ട് നല്ല രീതിയിൽ ഇതിനെ ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ ഓരോന്നായിട്ടോ അല്ലെങ്കിൽ ഇതുപോലെ വലിയ പാത്രമാണെങ്കിൽ വലിയ ചീനച്ചട്ടിയൊക്കെ ആണെങ്കിൽ ഇതുപോലെ 2-3 എണ്ണമൊക്കെ ആയിട്ട് നമുക്ക് ഇട്ട് കൊടുത്തിട്ട് ആ ഒരു രീതിയിലും ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. ഇത് നന്നായിട്ട് ഒരു ഭാഗം പൊങ്ങി വരും. ഇത് നമ്മൾ എണ്ണയിലോട്ട് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ആ ഭാഗം ഉണ്ടല്ലോ നടുഭാഗം നന്നായിട്ട് പൊങ്ങി വരും. അതിന് ശേഷം വേണം നമ്മളിതിനെ മറിച്ചിട്ട് കൊടുക്കാനായിട്ട് കേട്ടോ. പിന്നീട് നമ്മളിതിനെ മറിച്ചിട്ട് കൊടുത്ത് അതുപോലെ തിരിച്ചും മറിച്ചിട്ട് കൊടുത്തിട്ട് വേണം വേവിച്ചെടുക്കാനായിട്ട്. നല്ലൊരു ഗോൾഡൻ കളറിലായി കിട്ടുമ്പോൾ നമുക്കിതിനെ ഈ എണ്ണയിൽ നിന്ന് കോരി മാറ്റി വെക്കാം കേട്ടോ. ഈ ഒരു രീതിയിലാണ് ചെയ്തെടുക്കേണ്ടത്. ഇതിൻ്റെ അരികു ഭാഗമെല്ലാം നമ്മൾ നല്ല രീതിയിൽ തന്നെ സീലാക്കി എടുത്ത് കാരണം തന്നെ ഇതിൻ്റെ ഉൾഭാഗത്തോട്ട് തീരെ എണ്ണയൊന്നും കിടക്കില്ല കേട്ടോ. ഇത് നന്നായിട്ട് തന്നെ നമുക്ക് മുഴുവനായിട്ട് ഇവിടെ ഫ്രൈ ചെയ്ത് ഞാനിവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഉമ്മച്ചി ഇവിടെ ഉച്ചത്തേക്കുള്ള നല്ല ചാളക്കറി ഉണ്ടല്ലോ, ചാള മുളകിട്ടതും അതിൻ്റെ കൂടെ തന്നെ കുറച്ച് നമ്മുടെ കടച്ചക്ക തേങ്ങ വറുത്തരച്ച കറിയാണ് കേട്ടോ ഇന്ന് ഉച്ചത്തേക്കായിട്ട് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ അതെല്ലാമാണ് ഇന്ന് ഉച്ചത്തെ റെസിപ്പി എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഒന്നും ഞാനിവിടെ ആഡ് ചെയ്യുന്നില്ല. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് ഞാൻ ഈ ചക്കക്കൂട്ടാനും വറവ് ചമ്മന്തി എല്ലാം കൂട്ടി ഞാനിത് കഴിക്കാനായിട്ട് പോവാണ് കേട്ടോ. നല്ല ടേസ്റ്റ് ആയിട്ടുള്ള നല്ലൊരു കോംബോ ആണ് കേട്ടോ ഈ ചക്കക്കൂട്ടാനും ചമ്മന്തി എന്ന് പറയുന്നത്. ഇതിൻ്റെ കൂടെ ഞാൻ ഈ മീൻകറി കുറച്ചൊന്ന് ടെസ്റ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതെല്ലാമാണ് എൻ്റെ കുഞ്ഞു വ്ളോഗ് കേട്ടോ. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോയിൽ പുതിയൊരു റെസിപ്പിയുമായി കാണാം. താങ്ക്